ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, പള്ളിയിൽ ഈ ആരാധനയല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റിയും ഇല്ലല്ലോ എന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ഇല്ലാതെ എന്ത് ആരാധനാലയം? മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കാൻ, ആളുകളെ ആകർഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ഒക്കെ വേണ്ടേ ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ? അങ്ങനെയില്ലെങ്കിൽ ആളുകൾ പള്ളിയിൽ വരുന്നത് കുറഞ്ഞു പോകും. ചില ആരാധനാലയങ്ങളിലൊക്കെ ആരാധനയ്ക്കായി ഡാൻസും റഹ്മാനെ വെല്ലുന്ന പാട്ടുകളും ഇറക്കി കഴിഞ്ഞു. ആ ആടിപ്പാടിയുള്ള ആരാധന കണ്ടാൽ മൈക്കിൾ ജാക്സൺ വരെ കുഴിയിൽ നിന്ന് എണീറ്റ് നാണിച്ച് തല താഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ആരാധനയൊക്കെ കഴിഞ്ഞ് കഞ്ഞിയും പയറുമൊക്കെയാണ് പള്ളിയിൽ കൊടുക്കുന്നതെങ്കിൽ ആളുകളുടെ വരവ് കുറയും. നല്ല ബിരിയാണി പോലത്തെ രുചികരമായ ഭക്ഷണമാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയാണെങ്കിലും പള്ളിയിൽ ആളുകൾ വന്നുകൂടും, വരുമാനം കൂടും. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ആരാധനാലയങ്ങളുടെ കാര്യപരിപാടികൾ. എല്ലാ ആരാധനാലയങ്ങളുടെയും കാര്യമല്ല, എന്നാലും ഈ നാളുകളിൽ ഈ ഒരു പ്രവണത കൂടി വരുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഈ വചനമൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നല്ലേ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന സ്ഥലം, പള്ളി, കൂട്ടായ്മ, യോഗം ഏതുമായിക്കൊള്ളട്ടെ, അത് ഈ ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ആ ചർച്ച് അഥവാ കൂട്ടായ്മ ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു ചർച്ചായിരിക്കും. ലോകം എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്? ആഡംബരങ്ങൾ, പ്രശസ്തി, വിനോദങ്ങൾ, ഇതൊക്കെയാണ് ലോകത്തിന് ഇഷ്ടം. എന്തൊക്കെയാണ് ലോകത്തിൻ്റെ സ്വഭാവം? പരസ്പരം കുറ്റപ്പെടുത്തൽ, തങ്ങളെക്കാൾ വലിയവനായി ആരുമില്ലെന്ന ഭാവം, ഇവയൊക്കെയാണ് ലോകത്തിൻ്റെ സ്വഭാവം. ഒരു ചർച്ച് ലോകത്തിൻ്റെ കണ്ണിൽ വളരെ മികച്ചതായി തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം ആ സഭ ലോകത്തിൻ്റെ അതേ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നാണ്. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. 1 യോഹന്നാൻ്റെ സുവിശേഷം 2:15-16 വാക്യങ്ങൾ. ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത ആത്മീയ കാര്യങ്ങളെ മനുഷ്യൻ്റെ സൗകര്യത്തിന് ഒത്തവിധം നിയന്ത്രിക്കുന്നതാണ്. ഒരു പള്ളി വികാരി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലെ ശുശ്രൂഷകൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എത്ര നേരം പ്രാർത്ഥിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ പള്ളിയിലെ ജനങ്ങളുടെ സൗകര്യത്തിന് ഒത്തവണ്ണമാണ്. പ്രിയരെ, ദൈവത്തിന് കീഴടങ്ങാത്ത ഒരു സഭയും അഥവാ ദൈവത്തിന് മുൻഗണന നൽകാത്ത ഒരു കൂട്ടായ്മയും ദൈവത്തിൻ്റെ വകയല്ലെന്ന് ഓർത്തുകൊള്ളണം. അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് ഓർക്കുന്നു. വീട്ടിൽ 2 കാറുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വില കൂടിയ കാറുമായി അവിടെ ആളുകൾ പള്ളിയിൽ പോകത്തുള്ളൂ. ലോക്കൽ കാറ് കൊണ്ടുപോയാൽ അത് ഒരു ക്ഷീണമാണ്. അതും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പള്ളിയിൽ ചെല്ലണം, അല്ലെങ്കിൽ പള്ളിക്ക് മുൻപിൽ തന്നെ കാറിടാൻ പറ്റാതെ വരും. ലോകത്തോട് സ്നേഹം കാണിക്കുന്നത് ദൈവത്തോട് ശത്രുത കാണിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു കൂട്ടായ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ശാന്തമായി ചിന്തിക്കാം. 1 സത്യസന്ധത, 2 വിശുദ്ധി, 3 ആത്മത്യാഗം. 1 സത്യസന്ധത. ലോകത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ദൈവവചനത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുക. ഒരു കാര്യം പള്ളിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ അത് ദൈവവചനത്തിന് വിരുദ്ധമാണോ എന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോവുക. അക്കാര്യം ദൈവത്തിന് എതിരാണെന്ന് കണ്ടാൽ ധൈര്യപൂർവ്വം കൈ ചൂണ്ടി ശുശ്രൂഷകർ സംസാരിക്കട്ടെ. നാഥാൻ പ്രവാചകൻ കൈ ചൂണ്ടി ദാവീദിനോട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. എന്തൊരു ധൈര്യം രാജാവിന് നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ. അങ്ങനെ ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. ദൈവത്തിൻ്റെ വാളൂന്നിയ ദൂതന്മാർ തീരുമാനമെടുത്ത ആ വ്യക്തിയോട് കൂടെ നിൽക്കും. ഈ ലോകത്തിന് അവൻ്റെ രോമത്തിൽ പോലും ഒന്ന് തൊടാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. 2 ദൈവം ആഗ്രഹിക്കുന്ന കാര്യം വിശുദ്ധി. ലോകത്തിൻ്റെ ചായങ്ങൾ പൂശാത്ത,
ദൈവത്തിൻ്റെ നീതിയിൽ വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചാൾസ് സ്പർജൻ ഒരിക്കൽ പറയുകയുണ്ടായി, എ ടൈം വിൽ കം വെൻ ഇൻസ്റ്റെഡ് ഓഫ് എ ഷെപ്പേർഡ്സ് ഫീഡിംഗ് ദ ഷീപ്പ് ദ ചർച്ച് വിൽ ഹാവ് ക്ലൗൺസ് എൻ്റർടൈനിങ് ദ ഗോഡ്സ്. ആടുകളെ തീറ്റിപ്പോറ്റുന്ന ഇടയന്മാർക്ക് പകരം കോലാടുകളെ രസിപ്പിക്കുന്ന കോമാളികൾ സഭയിലുണ്ടാകുന്ന ഒരു കാലം വരും. വിശ്വാസികളുടെ അംഗസംഖ്യ കുറഞ്ഞു പോകാതെ എങ്ങനെ അവരെ എൻ്റർടൈൻ ചെയ്ത് നിർത്തണം എന്നതാണ് ഇന്നുള്ള പല സഭകളുടെയും അജണ്ട. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുൻപ് ഞങ്ങളുടെ പള്ളിയിൽ വന്ന അച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹം കോതമംഗലം പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ പള്ളിപ്പെരുന്നാൾ പ്രദക്ഷിണത്തിന് ബാൻഡ് സെറ്റ് ടീം വായിച്ചു കസറി. പാവാട വേണോ മേലാട വേണോ എന്ന പാട്ട്. അദ്ദേഹം കർശനമായി അത് നിർത്തിച്ചു. ഈ വക പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആളുകൾക്ക് ഇതൊക്കെയാണ് വേണ്ടത്. 1 മണിക്കൂറിൽ കുറയാതെ വെടിക്കെട്ട് നടത്താതെ എന്ത് പെരുന്നാൾ? ഒരു DJ പാർട്ടിയെ വെല്ലുന്ന ലൈറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ എന്ത് ആഘോഷം? ക്രിസ്മസ് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് കേക്ക് മുറിക്കുന്നതിൻ്റെ കൂടെ 2 ചെറുതുകൂടി കിട്ടിയാൽ ആളുകൾ ഹാപ്പി. ആത്മീയ സുഖം എന്തെന്ന് ഒരിക്കൽ പോലും ജീവിതത്തിൽ ഈ പാവപ്പെട്ട വിശ്വാസികൾ അനുഭവിച്ചിട്ടില്ല. ദൈവത്തിന് നിങ്ങളോട് വെറുപ്പല്ല, സത്യം. മത്തായിയുടെ സുവിശേഷം 9:35 മുതലുള്ള വാക്യങ്ങൾ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ദൈവത്തിന് സ്തോത്രം. ഏതാനും നാളുകൾക്ക് മുൻപ് യൂട്യൂബിലൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഏത് പള്ളിയാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. കൂടാര തിരുനാൾ പ്രമാണിച്ച് കുറേ പെൺകുട്ടികൾ സിനിമാ പാട്ടൊക്കെ വെച്ച് മണിക്കൂറുകളോളം നൃത്തം ചെയ്യുന്നു. ഒരു സിനിമ പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നതോ പാപമാണെന്ന വാദമൊന്നും എനിക്കില്ല. പക്ഷേ ഒരു ആത്മീയ പ്രസ്ഥാനവുമായി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ചേർത്ത് വയ്ക്കുന്നത് ഭോഷത്വമാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു വച്ചു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ദൈവം ഒരു കൂട്ടായ്മയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആത്മത്യാഗം. നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് ഉപരിയായി ദൈവഹിതം നിറവേറ്റുന്നതിനായി നാം സ്വയം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെ തിരക്കേറിയ ജീവിതശൈലിയാണ് നമുക്ക് ഉള്ളത്. ശമ്പളം കിട്ടുന്ന ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വേണം ശമ്പളം കിട്ടാത്ത വീട്ടുജോലി ചെയ്യാൻ. കാരണം ഭാര്യയും ഭർത്താവും ജോലിക്കാരാണ്. സമയം കിട്ടുമെങ്കിൽ ദൈവത്തെ ആരാധിക്കാം എന്ന മനോഭാവമാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കുവാനും യഥാർത്ഥത്തിൽ സമയം ഇല്ലാത്തത് കൊണ്ടല്ല. പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ല എന്നതാണ് സത്യം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു മാച്ച് കാണാൻ നമുക്ക് സമയമുണ്ടല്ലോ, അല്ലേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. നിനക്ക് വേണമെങ്കിൽ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ ലോകത്താൽ തള്ളപ്പെടും. ആളുകൾ പുച്ഛിക്കും. അംഗസംഖ്യ കുറഞ്ഞു പോയേക്കാം. എന്നാൽ ആ സഭ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയായിരിക്കും അത്. ഈ അവസരത്തിൽ നമുക്ക് ശാന്തമായി ചിന്തിക്കാം. നാം പോകുന്ന പള്ളി, കൂട്ടായ്മ എപ്രകാരമുള്ളതാണ്? ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആണോ അതിൻ്റെ പോക്ക്? അതോ ദൈവേഷ്ടപ്രകാരമാണോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്? വർഷങ്ങളായല്ലോ നാം ഒരേ പള്ളിയിൽ അല്ലെങ്കിൽ ഒരേ കൂട്ടായ്മയിൽ പോകുന്നു. എന്തെങ്കിലും ഒരു ആത്മീയ പുരോഗമനം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ചിന്തിക്കാം. ഇപ്പോഴും ആത്മീയതയിൽ പാല് കുടിക്കുന്നവരാണോ നിങ്ങൾ? കാലാകാലങ്ങളായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തിൽ നിന്നും ഒരു ഉത്തരം ലഭിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്നും നമുക്ക് നീതി കിട്ടുന്നുണ്ടോ? ശാന്തമായി ചിന്തിക്കാം. ഒരേ കൂട്ടായ്മയിൽ വർഷങ്ങളായി പോയിട്ടും നിങ്ങൾക്ക് ദൈവവുമായി ഒരു ആത്മബന്ധം കിട്ടുന്നില്ലെങ്കിൽ ദൈവസാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന സമയമാണ്. ദൈവസാന്നിധ്യം ഇല്ലാതെ പോകുന്നതിന് ഒരു കാരണം ആ സഭ അല്ലെങ്കിൽ ആ കൂട്ടായ്മ ലോകപ്രകാരമുള്ള ഒരു സഭ ആയതിനാൽ ആകാം. നമുക്ക് മടങ്ങി വരാം, അനുതപിക്കാം.
ദൈവമേ, ഞങ്ങളുടെ അറിവില്ലായ്മയിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഞങ്ങളുടെ ഇടവകയിലേക്ക്, പള്ളിയിലേക്ക്, കൂട്ടായ്മയിലേക്ക് മടങ്ങി വരണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിലേക്ക് തിരിയാം, അനുതപിക്കാം, മാനസാന്തരപ്പെടാം. കർത്താവേ, ലോകത്തിൻ്റെ പ്രശംസയല്ല, അവിടുത്തെ ഹിതം മാത്രം തേടുന്നവരായി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ലോകം ഇഷ്ടപ്പെടുന്ന വഴികളല്ല, നീ കാണിച്ചു തരുന്ന സത്യത്തിൻ്റെ ഇടുങ്ങിയ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.